അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ ഒരു ജെല്ലി ക്യൂബ് ഉണ്ട്. നമ്മളെ ക്യൂബിലിയോ എന്ന് വാങ്ങിച്ച ഡ്രിഫ്റ്റ് ജെല്ലി ക്യൂബാണ്. ഈ ക്യൂബ് നമ്മളെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ക്യൂബിന്റെ സോൾവാണ് നമ്മൾ ഇന്നത്തെ നോക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫസ്റ്റ് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. ഭയങ്കര സോഫ്റ്റ് പോലത്തെ ഒരു ഫീലിങ്ങും വരും കേട്ടോ നമുക്ക് ഈ ജെല്ലി ക്യൂബ്. അതായത് ഇവിടെ ഒരു സോഫ്റ്റ്നെസ്, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ക്യൂബിന് അത്ര വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ ക്യൂബ് അത്യാവശ്യം സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ബ്ലൂ ആണ്, ഇത് വൈറ്റ്, ഓറഞ്ച്, യെല്ലോ, ഇത് ഗ്രീൻ, ഇത് രണ്ടും ബ്ലൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് യെല്ലോ സെൻറ്ററാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് യെല്ലോ സെൻറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. യെല്ലോ സെൻറ്റർ എടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡും വൈറ്റ് കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കിടക്കുന്നുണ്ട്, ഇവിടെ വൈറ്റ് കിടക്കുന്നുണ്ട്. ബാക്കി ഈ 3 സ്ഥലത്ത് നമുക്ക് വൈറ്റ് കൊണ്ടുവരണം. ഇവിടെ ഒരു വൈറ്റ് ഇതാ കാണുന്നുണ്ട്. ഇത് നമ്മൾ ഇതാ അതിൻ്റെ ഇവിടെ കൊണ്ടുവന്നു, 2 സൈഡുമായി. ഇനി സൈഡിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു വൈറ്റ് കിടക്കുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മേലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തും വന്ന്. ഇനി ഈ സൈഡിൽ എവിടെയെങ്കിലും നമുക്ക് വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം. നേരെ താഴെയാണ് കാണുന്നത്. അപ്പോൾ ആ താഴെ ഇവിടെയാണ്. അത് നമ്മൾ നേരെ വരേണ്ട ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് യെല്ലോന് ചുറ്റും ഒരു വൈറ്റ് കിട്ടി. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു കോയിൻ എടുക്കുക, അതിനെ സൈഡ് കളർ, ഇപ്പോൾ ഇവിടെ ബ്ലൂ ആണ് കാണുന്നത്. ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും, കാരണം ജെല്ലി ക്യൂബ് ആയതുകൊണ്ട് ബ്ലൂ ആണ്. ബ്ലൂവും നമ്മൾ സെൻറ്റർ മാച്ച് ചെയ്യുന്നു. ഇപ്പം ഇങ്ങനെ സെൻറ്റർ മാച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ മാച്ച് ആക്കി കൊണ്ടുവരിക, എന്നിട്ട് താഴോട്ട് തിരിക്കുക. അടുത്തത് വൈറ്റിൻ്റെ കോമ്പിനേഷൻ ഏതാ? ഗ്രീനാണ്. ഗ്രീനിൻ്റെ സെൻറ്ററും തമ്മിൽ മാച്ച് ചെയ്യിക്കുക. മാച്ച് ചെയ്യിച്ചു, 2 ടൈം റൊട്ടേഷൻ ചെയ്തു. അടുത്തത് വൈറ്റിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ഓറഞ്ചാണ്. ഓറഞ്ചും ഇത് അവിടെ ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നുണ്ട്. സെൻറ്റർ വൈറ്റ് 2 റൊട്ടേഷൻ. പിന്നെ നമുക്ക് വൈറ്റിൻ്റെ കോമ്പിനേഷൻ ഉള്ളത് ഇവിടെ റെഡാണ്. റെഡും നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു, 2 പ്രാവശ്യം റൊട്ടേഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കിതാ വൈറ്റിൻ്റെ ഒരു പ്ലസ് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ യെല്ലോ ടോപ്പാക്കിയിട്ടാണ് പിടിക്കുന്നത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഈ 4 സൈഡും വൈറ്റാണ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രണ്ട് സൈഡിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ലെഫ്റ്റിലോ റൈറ്റിലോ വൈറ്റ് വരുന്ന കോയിനെ നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ ഫേസ് വെച്ച് നോക്കുകയാണെങ്കിൽ എഫ് ആണിത്. ഇതിൻ്റെ ലെഫ്റ്റിൽ ഇതാ ഒരു വൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് നമുക്ക് താഴോട്ട് കൊണ്ടുവരാം. പക്ഷേ ഈ വൈറ്റ് ഏത് സ്ഥലത്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റിൻ്റെ സൈഡ് കളർ എന്താണോ നോക്കുക. ഇവിടെ ഓറഞ്ചാണ്. അപ്പോൾ ആ ഓറഞ്ചും ഈ സൈഡിലുള്ള കളറും തമ്മിൽ മാച്ച് ചെയ്യണം, സെൻറ്റർ തമ്മിൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് വന്ന് ഇത് രണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വന്ന് സെൻറ്ററുള്ള ഓറഞ്ചുമായിട്ട് മാച്ച് ചെയ്യിക്കുക. മാച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പീസും നമുക്ക് ഇവിടെ കോർണറിൽ പ്ലേസ് ആവും. ഇപ്പോൾ ആ പീസ് കറക്റ്റായിട്ട് സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വൈറ്റ് കണ്ടെത്തണം. അപ്പോൾ നമ്മളൊന്ന് സോൾവ് ചെയ്തു. അടുത്തത് നമ്മൾ ഫ്രണ്ട് സൈഡിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഒരു സൈഡിലും വൈറ്റ് കാണുന്നില്ല. ഇവിടെ താഴെ വൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ടോപ്പിലേക്ക് കൊണ്ടുവരാൻ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയതിന് ശേഷം അത് ലെഫ്റ്റിലേക്കോ റൈറ്റിലോ തിരിക്കുക. ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ നമുക്ക് ടോപ്പിൽ തന്നെയാണ് ഈ വൈറ്റ് കിട്ടുക. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ തിരിച്ചിട്ട് ഈ ഭാഗത്തേക്ക് തിരിക്കുക. എന്നിട്ട് റിട്ടേൺ തിരിക്കുമ്പോൾ അത് നമുക്ക് ടോപ്പായിട്ട് കിട്ടുകയും ചെയ്യും, താഴെയുള്ള വൈറ്റ് മിസ്സാവുകയും ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ടോപ്പ് റൈറ്റ് സൈഡിൽ നമുക്ക് വൈറ്റ് കിട്ടി. അപ്പോൾ ടോപ്പ് റൈറ്റ് സൈഡിൽ വൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് കളർ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ആ സൈഡ് കളറും സെൻറ്ററും തമ്മിൽ മാച്ച് ചെയ്യിക്കുക. അതിന് ശേഷം ഈ ഇക്വേഷൻ ചെയ്താൽ ആ പീസ് നമുക്ക് താഴെ വരും. അത് ആ കോർണറിൽ സ്യൂട്ടായിരിക്കും. വീണ്ടും യെല്ലോ നമ്മൾ ടോപ്പാക്കി പിടിക്കുന്നു. എന്നിട്ട് ഫ്രണ്ട് സൈഡിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ട്. ടോപ്പിൽ ലെഫ്റ്റിലോ റൈറ്റിലോ ആണ് നമുക്ക് വൈറ്റ് വേണ്ടത്. അപ്പോൾ ഇവിടെ വൈറ്റ് കണ്ടു. അതിൻ്റെ സൈഡ് കളർ ഇതാ ഗ്രീനാണ്. ഇത് സെൻറ്ററുമായിട്ട് മാച്ചായി കിടക്കുകയാണ്. അതിനുശേഷം സെയിം ഇക്വേഷൻ. ഇപ്പം നമുക്ക് അതും സോൾവ് ആയി കിട്ടി. വീണ്ടും നമ്മൾ യെല്ലോ ടോപ്പാക്കി പിടിക്കുന്നു. ഫ്രണ്ട് സൈഡിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ നോക്കുക. അത് അവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ട്. അതിൻ്റെ സൈഡ് കളർ നോക്കുക. സൈഡ് കളറും സെൻറ്ററും തമ്മിൽ മാച്ച് ചെയ്യിക്കുന്നു. എന്നിട്ട് ഇക്വേഷൻ ചെയ്യുന്നു.
ഇപ്പം നിങ്ങൾക്ക് മൊത്തം അതാ വൈറ്റ് കിട്ടി, ഈ ലെയർ മൊത്തം സോൾവ് ആയും കിട്ടി, പിന്നെ ഈ സെൻറ്ററും മാച്ചായി കിട്ടി. വീണ്ടും നമ്മൾ യെല്ലോ ടോപ്പാക്കി പിടിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യണം. ഈ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ ഇനി എന്താ, സെൻറ്റർ ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നുണ്ട്, 4 സൈഡും 4 കോർണേഴ്സ്. ഇതാ ഈ കോർണേഴ്സ് കേട്ടോ, 2 കളറുള്ള ഈ 4ആണ് നമുക്ക് സോൾവ് ആവേണ്ടത്. ഈ കളേഴ്സ് ഈ 4 സൈഡിലോ അല്ലെങ്കിൽ മുകളിലുള്ള ഈ 4 സൈഡിലോ ഉണ്ടായിരിക്കുള്ളൂ. കാരണം ഇതിന് 3 കളേഴ്സാണ്. 2 കളേഴ്സ് എവിടേക്കാണ് ഉള്ളത്, 1 2 3 4, പിന്നെ ഈ 4 ഭാഗത്തും, അങ്ങനെ ഈ ഭാഗത്ത് മാത്രമാണ് കിടക്കുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മൾ ടോപ്പിൽ നോക്കുക. ടോപ്പിൽ ഈ 4 പീസ് നോക്കുക. ഈ 4 പീസിൽ യെല്ലോ കളർ ഇല്ലാത്ത ഏതെങ്കിലും പീസ് ഉണ്ടോ നോക്കുക. ഇത് യെല്ലോ കളർ ഇല്ലാത്ത പീസാണ്, ഇത് ഓറഞ്ചും ഇത് ഗ്രീനും. അതേപോലെ വേറെയും കളർ ഉണ്ട് ഇവിടെ, റെഡും ബ്ലൂ. നമുക്ക് തൽക്കാലം റെഡും ബ്ലൂ എടുക്കാം. എന്നിട്ട് ഈ പീസ് എവിടെയാണ് വരേണ്ടതെന്ന് നോക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾ മൊത്തമായിട്ട് നോക്കുക, ഇല്ലെങ്കിൽ അതിന് എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഈ മുകളിലത്തെ കളറിൻ്റെ സൈഡ് കളർ ഏതാണെന്ന് നോക്കുക. റെഡ്, ആ റെഡ് ഈ സെൻറ്റർ ആയിട്ടുള്ള റെഡ് ആയിട്ടുള്ള സ്ഥലത്ത് വരെ കൊണ്ടുവെക്കുക. അപ്പം ഈ രണ്ടും മാച്ചായി. ഇനി ഈ പീസ് ഒന്നെങ്കിൽ ഈ ഇവിടേക്കോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ആയിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് നോക്കുക. ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ ഗ്രീൻ ആണ്. അപ്പം എന്തായാലും ഈ സൈഡിലേക്കല്ല, ഈ സൈഡിലേക്കാണ് വരേണ്ടത്. ഈ സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഓപ്പോസിറ്റ് തിരിക്കുന്നു. ഈ ഒരു ഇക്വേഷൻ ചെയ്യുന്നു. ഈ ഇക്വേഷൻ ചെയ്താൽ ആ ടോപ്പിൽ ഉണ്ടായിരുന്ന പീസ് താഴെ ഒന്നും നമ്മുടെ ക്യൂബ് ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഇവിടെ റൈറ്റിൽ വന്ന് നോക്കും. ഇപ്പോൾ അതാ ഇവിടെ സോൾവ് ആയി. വീണ്ടും നമ്മൾ യെല്ലോ ടോപ്പാക്കി പിടിക്കുന്നു. യെല്ലോ ഇല്ലാത്ത ഈ 4 കളേഴ്സിൽ 4 പീസിൽ യെല്ലോ ഇല്ലാത്ത പീസ് നോക്കുന്നു. ഇപ്പോൾ അവിടെ ബ്ലൂ ആൻഡ് ഓറഞ്ച് ഉണ്ട്. അപ്പോൾ മുകളിലുള്ള ഓറഞ്ചിൻ്റെ കോമ്പിനേഷൻ ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂവിൻ്റെ സെൻറ്ററുമായിട്ട് അത് നമ്മൾ കൊണ്ടുപോയി മാച്ച് ചെയ്യിക്കുന്നു. അപ്പോൾ നമുക്ക് ഈസിയായി ഈ പീസ് ഇവിടെയോ ആണ് വരേണ്ടത്. എവിടെയാണോ വരേണ്ടതെന്ന് സൈഡിൽ നോക്കുക. അവിടെ ഓറഞ്ച്, മുകളിൽ ഓറഞ്ച്. അപ്പോൾ ഈ പീസ് ജസ്റ്റ് ഇങ്ങനെ വരണം. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ഒന്നും ഡിസ്റ്റർബും ആവരുത്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. അതിനുള്ള ഇക്വേഷൻ ഇത് ചെയ്താൽ ഈ പീസ് നമുക്ക് ഇവിടെ കിട്ടും ഈസി ആയിട്ട്. ഇനി വീണ്ടും നമ്മൾ ടോപ്പ് സൈഡിൽ നോക്കുക. ഇതാ ഇവിടെ യെല്ലോ പീസ് ഉണ്ട്, യെല്ലോ ഉണ്ട്, യെല്ലോ ഉണ്ട്. യെല്ലോ ഇല്ലാത്തത് ഇനി ഒറ്റൊരു പീസുള്ളൂ. ഇതിൻ്റെ ടോപ്പിൽ എന്താ ഓറഞ്ച്, സൈഡിൽ ബ്ലൂ സെൻറ്ററായിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് കൊണ്ട് ഇത് മാച്ച് ചെയ്യിക്കുക. അതാ മാച്ച് ആയിട്ടുണ്ട്. ഇനി ഇത് ഓറഞ്ച് എങ്ങോട്ടാണോ പോകുന്നത്, ഇവിടെ റെഡാണ്, അപ്പോൾ ഇവിടേക്കല്ല, ഇവിടെ ഓറഞ്ചാണ്. അപ്പോൾ ഈ പീസ് ഇവിടേക്കാണ് പോകേണ്ടത്. ഈ പീസ് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ ഈ ഇക്വേഷൻ ചെയ്തു. അപ്പോൾ മുകളിൽ കിടന്ന പീസ് ഇവിടെ വന്നു, ബാക്കിയുള്ള ഒന്നും ഡിസ്റ്റർബ് ആവില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത്രയും സോൾവ് ആയി. ഒരു പീസ് കൂടി സോൾവ് ആകാണ്ട്. ഇപ്പോൾ ടോപ്പിൽ എല്ലാ സൈഡിലും യെല്ലോ കളർ കാണുന്നുണ്ട്. ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത്, പക്ഷേ ഇതിൻ്റെ റൊട്ടേഷൻ മാറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനെ മുകളിൽ കൊണ്ടുവരണം, അതിനുശേഷം നമ്മൾ താഴെ കൊണ്ടുവരണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പീസ് ഇവിടെ കിടക്കും. എന്നിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഒരു പീസ് മിസ്സാവുന്ന പീസ് എവിടെയാണ്, വൈറ്റ് ആണ്, അത് മുകളിൽ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ക്യൂബ് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ടോപ്പ് ലെഫ്റ്റിൽ ആ വൈറ്റ് കിട്ടും. എന്നിട്ട് മുമ്പ് ചെയ്ത ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ബ്ലൂവും കോമ്പിനേഷനായി കിടക്കും ഇവിടെ എന്തായാലും. എന്നിട്ട് പഴയ പോലെ അത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, ആ പീസ് ഇപ്പം നേരത്തെ പറഞ്ഞ പീസ് ഇതാ മുകളിൽ കിടക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു എന്താ പറയുക, പാരിറ്റി എറർ എന്നൊക്കെ പറയും. 3x3 ക്യൂബിലുള്ള, അതായത് ലാസ്റ്റുള്ള പീസ് ഇവിടെ തന്നെ ട്വിസ്റ്റായി കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് മുകളിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക, വീണ്ടും വൈറ്റ് സോൾവ് ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മളെ വീഡിയോ 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള 3x3 ക്യൂബിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി ഈ പീസ് നമുക്ക് സൈഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കളർ ഏതാണെന്ന് നോക്കുക. ബ്ലൂ ആണ്. ബ്ലൂവും നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു. ഇനി ഇവിടേക്കാണ് വരേണ്ടത്, കാരണം ഈ ഭാഗത്തേക്കാണ് വരേണ്ടത്. അപ്പം അതിൻ്റെ ഇക്വേഷൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് 2 ലെയർ നിങ്ങൾക്ക് ഈസിയായി സോൾവ് ആയി കിട്ടി. ഇനി നമുക്ക് ടോപ്പ് ലെയർ ആണ് സോൾവ് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ യെല്ലോ ടോപ്പാക്കി പിടിക്കുന്നു.
ഫ്രണ്ടിൽ മുകളിൽ നോക്കുക. നമുക്ക് യെല്ലോ ആദ്യം നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ് കിട്ടേണ്ടത്. ഈ പ്ലസ് പോയിന്റ് കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മൈനസ് ആണ്, ഇതേപോലെ ഒരു വര. അതിന് മുമ്പുള്ളത് ഇതേപോലൊരു എല്ലാണ്. ഇനി ഇതിന് മുമ്പുള്ളത് വെറും ഒരു ഡോട്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ ഉള്ള ഒരു പൊസിഷൻ ആയിരിക്കണം. ഇപ്പൊ ഇങ്ങനെ ഒരു എല്ല് കിട്ടിക്കഴിഞ്ഞാലോ ഇങ്ങനെയുള്ള ഒരു ബാറ് കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് ഒരേ ഇക്വേഷനാണ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ ഇപ്പൊ നമുക്കൊരു ബാറ് കിട്ടി. ബാറ് ഇതേപോലെ തന്നെ പിടിച്ചിട്ട് വീണ്ടും ആ ഇക്വേഷൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്ലസ് കിട്ടി. ഇപ്പൊ ടോപ്പിൽ നമ്മൾ ഒരു പ്ലസ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. അതിനുശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പ്ലസിന്റെ സൈഡ് കളേഴ്സ് ഇതാ ഈ 4 കളേഴ്സ് നോക്കുക, മാച്ച് ആണോ. ഇവിടെ ഇത് മാച്ചാണ്, ഇത് മാച്ചല്ല, ഒരു പീസോ മാച്ചായുള്ളൂ. അപ്പൊ നമുക്ക് 2 പീസെങ്കിലും മാച്ച് ആക്കുന്ന രീതിയിൽ വെച്ച് നോക്കാം. ഇപ്പൊ ഇവിടെ മാച്ചല്ല, ഓറഞ്ച് മാച്ചാണ്, ഗ്രീൻ മാച്ചാണ്, ഇതും മാച്ചല്ല. അപ്പോൾ 2 മാച്ചായി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ബാക്കിയുള്ള 2 മാച്ച് ചെയ്യാം. എങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ മാച്ചായി കിടക്കുന്നത് റൈറ്റ് സൈഡും ബാക്ക് സൈഡും പിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈ യെല്ലോന്റെ സെന്റർ പീസ് മീൻസ് യെല്ലോന്റെ സൈഡ് കളേഴ്സും സെന്റർ പീസും ആയിട്ട് മാച്ച് ആയിരിക്കും. കണ്ടോ, ഇപ്പൊ 4 കളേഴ്സും നമുക്ക് മാച്ച് ആയി കിട്ടി. ഇനി നമുക്ക് ഈ ക്യൂബിൽ സോൾവ് ചെയ്യാനുള്ളത് ഈ 4 പീസുകൾ, കോർണർ പീസുകൾ. ഈ പീസുകൾ അവിടെ തന്നെയാണോ വരേണ്ടത്, പിന്നെ അല്ലാതെ ഇതിന്റെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടും ഇരിക്കും. അപ്പൊ ആദ്യം അത് നിങ്ങൾ നോക്കുക. ഇപ്പൊ ഈ ഒരു പോയിന്റ് നോക്കുക. ഇവിടെ യെല്ലോ മുകളിൽ വരാവുന്നതാണ്, ബ്ലൂ ഓൾറെഡി സോൾവ് ആണ്. ഇവിടെ റെഡ് ഇവിടെ ഒരിക്കലും വരില്ല. അപ്പൊ ഈ ഒരു പീസ് ഇവിടെ അല്ല സൂട്ടബിൾ. ഇതും ബ്ലൂ കാണുന്നുണ്ട്, ഈ ഭാഗത്തല്ല സൂട്ടബിൾ. ഇത് നോക്കൂ, ഇത് ഗ്രീൻ ഈ സൈഡിലുണ്ട്, യെല്ലോ മുകളിലുണ്ട്, റെഡ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത്, പക്ഷെ ഇതിന്റെ പൊസിഷൻ ഒന്ന് മാറി കിട്ടണം. ഇതും അതേപോലെ വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പീസ് ഇതേപോലെ ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് കളർ കോമ്പിനേഷൻ സോൾവ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പീസ് റൈറ്റ് സൈഡ് കോർണറിൽ വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ ചെയ്യാം. ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ 4 ക്യൂബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആവും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ 2-3 സോൾവ് ആയി കിട്ടും. ഇത് സോൾവ് ആയി കിട്ടി, ഈ കോർണറും സോൾവ് ആയി കിട്ടി. പിന്നെ ബാക്കിയുള്ള കോർണർ കളർ പാറ്റേണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടിരിക്കും, പക്ഷെ അവിടെ തന്നെ ആയിരിക്കും വേണ്ടത്. ഇപ്പൊ ഈ കളർ നോക്കൂ, യെല്ലോ മുകളിൽ വരാവുന്നതാണ്, ഓറഞ്ച് ഇവിടെ വരാവുന്നതാണ്, ഗ്രീൻ ഇവിടെ തന്നെയാണ് വരേണ്ടത്, ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ആവണം. ഇതും ഇവിടെ തന്നെയാണ് വരേണ്ടത്, ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ആവണം. അപ്പൊ ഓരോ പീസും നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലുള്ള ഒരു ഇക്വേഷൻ ആണ്. അതിനെ റൈറ്റ് സൈഡിൽ വെക്കുക. എന്നിട്ട് RD ചെയ്യുക. അത് ടോപ്പിൽ യെല്ലോ വരുന്ന വരെ അത് ചെയ്യുക. ഈ ഡി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ, എപ്പോഴും ഡി. അപ്പൊ നമുക്കിതാ ഈ പീസ് സോൾവ് ആയി കിട്ടി. എന്നിട്ട് അടുത്ത് നമ്മൾ ഇങ്ങനെ ക്യൂബ് തിരിക്കരുത്, ജസ്റ്റ് ടോപ്പിന്റെ ആ ലെയർ മാത്രം ഇവിടെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും RD സോൾവ് ചെയ്യുന്നവരെ ആ ഇക്വേഷൻ ചെയ്യുക. ഇപ്പൊ നമ്മുടെ ക്യൂബ് സോൾവ് ആയി കിട്ടി. ഇപ്പൊ 3x3 ക്യൂബ് ചെയ്യാൻ ഇത്രയും അൽഗോരിതവും സ്റ്റെപ്സും ആണ് ചെയ്യേണ്ടത്. ബിഗിനേഴ്സ് മെത്തേഡാണ്, എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ബിഗിനേഴ്സ് മെത്തേഡാണ്. നമ്മളെ 3x3 ക്യൂബിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ഇതിനു മുമ്പ് ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യൂബ് സോൾവ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ചാനലൊന്ന് കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഒന്ന് കാണുക, പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ജെല്ലി ക്യൂബ് സോൾവ് ചെയ്യുന്നതാണ്, സെയിം മെത്തേഡാണ്, എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങൾ ജെല്ലി ക്യൂബാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ക്യൂബ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.